നാസർ, ഒപ്പം തന്നെ ഇതെങ്ങനെയാണ് ഏതെങ്കിലും രീതിയിൽ സംഘർഷം, യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഒരു നീക്കം ഇപ്പോഴും നടക്കുന്നുണ്ടോ? ഇനി അതിനുള്ള ഒരു സാധ്യത പ്രതീക്ഷിക്കാമോ? ഇത് വലിയ സമ്മർദ്ദം ലോകരാജ്യങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ട്. കാരണം ട്രംപ് കരുതിയതുപോലെ അത്ര എളുപ്പമല്ല ഇത്. കാരണം ഇറാൻ വളരെ ശക്തമായിട്ടുള്ള ഒരു നിലപാട് തന്നെയാണ് ഇപ്പോൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം യുദ്ധം അനിശ്ചിതമായിട്ട് നീണ്ടാലും തങ്ങൾ അതിനെ നേരിടാൻ ഒരുക്കമാണെന്ന് പറയുന്നു. പക്ഷെ ട്രംപ് വ്യക്തമാക്കുന്നത് ഇറാന്റെ പക്കലുള്ള ആയുധങ്ങളൊക്കെയും തീർന്നിരിക്കുന്നു. ഇനി വളരെ കുറഞ്ഞ ഡ്രോണുകളും മിസൈലുകളും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അധികകാലം ഇറാനെ പിടിച്ചു നിൽക്കാനാവില്ല. അവർ എന്തായാലും ഒരു കീഴടങ്ങലിന് നിർബന്ധിതമാകുമെന്ന ഒരു പ്രതീക്ഷയാണ് ട്രംപ് അമേരിക്കക്കും അതോടൊപ്പം തന്നെ ലോകരാജ്യങ്ങൾക്കും നൽകിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ നിരന്തരമായിട്ടുള്ള ആക്രമണങ്ങൾ തുടരുന്ന ഒരു സാഹചര്യത്തിൽ അത് പൂർണ്ണമായിട്ടും വിശ്വാസത്തിലെടുക്കാൻ ഈ രാജ്യങ്ങളും തയ്യാറല്ല. അത്തരം ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഈജിപ്ത് വിദേശകാര്യമന്ത്രിയുടെ ഗൾഫ് പര്യടനം തുടരുകയാണ്. ഇന്നലെ ഖത്തറിൽ അദ്ദേഹം വിദേശകാര്യമന്ത്രിയുമായി വിശദമായിട്ടുള്ള ചർച്ച നടത്തിയിരുന്നു. മറ്റ് ഗൾഫ് രാജ്യങ്ങളിലും അദ്ദേഹം വരുന്നുണ്ട്. ഏതെങ്കിലും അർത്ഥത്തിൽ ഒരു ഫോർമുല പ്രശ്നപരിഹാരത്തിന്റെ ഭാഗമായിട്ട് മുന്നോട്ട് വെക്കാനാണ് ഇപ്പോൾ GCC രാജ്യങ്ങൾ ഉൾപ്പെടെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഈജിപ്ത് ആഗ്രഹിക്കുന്നത്. തുർക്കി അതോടൊപ്പം തന്നെ ഫ്രാൻസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളും അത്തരം നീക്കത്തിന് പിന്തുണ അർപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അതൊരു ഫലപ്രദമായ രീതിയിലേക്കോ ഒരു ഫോർമുല ചർച്ച ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ ട്രംപ് തന്റെ നിലപാട് കുറെ കൂടി വ്യക്തമാക്കേണ്ടതുണ്ട്. പക്ഷെ നിലവിലുള്ള സാഹചര്യത്തിൽ ഒരു വെടിനിർത്തലിനും താൻ ഒരുക്കമല്ല. അതിശക്തമായി തന്നെ ലക്ഷ്യങ്ങൾ നിറവേറാൻ മുന്നോട്ട് പോകുമെന്നാണ് ട്രംപ് പറയുന്നത്. ഏറ്റവും ചുരുങ്ങിയത് ഒരു 3 ആഴ്ച സമയമെങ്കിലും ഇറാനിലുടനീളം ആക്രമണം നടത്താൻ തങ്ങൾക്ക് വേണമെന്നാണ് നെതന്യാഹു ഉൾപ്പെടെയുള്ള ഇസ്രായേൽ നേതൃത്വം ട്രംപിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അത്തരമൊരു സാഹചര്യം നിലനിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ യുദ്ധം കുറെ കൂടി നീളുമെന്ന ഒരു ആശങ്ക കൂടി രൂപപ്പെട്ടിട്ടുണ്ട്. ഇനി റഷ്യയും ചൈനയും ഒക്കെ കുറെ കൂടി ശക്തമായ മധ്യസ്ഥ നീക്കവുമായി രംഗത്ത് വരികയാണെങ്കിൽ മാത്രമാണ് ഒരു പ്രതീക്ഷ ബാക്കിയുള്ളത്. ജിന.